അദ്ദേഹം 29-ാം തീയതി ഒരു ഡേറ്റ് എന്തിനു തീരുമാനിച്ചു? പ്രധാനമന്ത്രി വരുന്നുണ്ട്, ആ ദിവസം നോക്കിയിട്ടാണ് അദ്ദേഹം ഡേറ്റ് വെക്കുന്നത്. പക്ഷെ ഞാൻ ആ വിവാദത്തിൽ പോകാൻ താല്പര്യമില്ല. ഞാൻ സംവാദത്തിന് തയ്യാറാണ്. നോ ഇഷ്യൂ. ഞാൻ പറയട്ടെ, ഞാൻ ആ വിവാദത്തിൽ പോകാൻ എനിക്കൊരു താല്പര്യമില്ല. അവര് പറയട്ടെ, അവര് പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ മറുപടി കൊടുക്കാൻ താല്പര്യമില്ല. അത് ഞാൻ തീരുമാനിച്ചോളാം. അല്ല, അദ്ദേഹത്തിന്റെ നമ്പർ എന്റെ അടുത്തുണ്ട്. എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചോളാം. നിങ്ങളുടെ ഒരു ഇന്റർവെൻഷന്റെ ആവശ്യമില്ല. ഞാന് ആരാത്? ഇത്തരത്തിൽ 29-ാം തീയതി സംവാദം വെച്ചത് താങ്കളുടെ തന്ത്രമാണെന്നാണ് രാജേഷ് ചന്ദ്രശേഖർ പറയുന്നത്. 29-ാം തീയതി മാറ്റാം. അദ്ദേഹം തന്നെ നിശ്ചയിക്കട്ടെ മറ്റൊരു ദിവസവും സ്ഥലവും. ഞാനത് എപ്പോഴും തയ്യാറാണ്. അദ്ദേഹം പറയുന്നത് ഇപ്പം ലാസ്റ്റ് പറയുന്ന മുഖ്യമന്ത്രിയായിട്ടേ സംവാദത്തിനുള്ളൂ. ആ പറയുന്നത് ഒരുതരം മര്യാദകേടെന്ന് മാത്രമേ പറയാൻ പറ്റൂ. സംവാദത്തിന് എന്നെ വെല്ലുവിളിക്കുക, ഞാനത് സംബന്ധിച്ച് സമയം നിശ്ചയിക്കുക, സ്ഥലം നിശ്ചയിക്കുക, അതിനുശേഷം അദ്ദേഹത്തിന് അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വേറൊരു സ്ഥലം നിശ്ചയിക്കാൻ അദ്ദേഹത്തിന് അധികാരം കൊടുക്കുക, അതിനുശേഷം കാലുമാറി വർത്തമാനം പറയുന്നത് ഒരു മര്യാദകേടാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനത്തിരിക്കുന്നവർക്ക് പറയാൻ പറ്റുന്ന ഒരു നിലപാടല്ല അത്. പരസ്യ സംവാദത്തിന് അങ്ങയോട് പരസ്യ സംവാദം നടത്താൻ ഒരു താല്പര്യമില്ലായ്മയാണോ അത്? അദ്ദേഹം പരസ്യ സംവാദം നടത്തുന്ന പരീക്ഷയിൽ അദ്ദേഹത്തിന് 0 മാർക്ക് കിട്ടും, എനിക്ക് A+ കിട്ടും.